അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വർക്ക് എനർജി പവർ എന്നുള്ള ഭാഗത്തെ കാര്യങ്ങളാണല്ലോ. ഫ്രം ദ ലാസ്റ്റ് ലെക്ചർ വി ഡിസ്കസ്ഡ് വാട്ട് ഈസ് law of conservation of mechanical energy and the associated problems. law of conservation of mechanical energy എന്താണ് എന്നും അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലങ്ങളുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ആൻഡ് ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അതർ ഫോംസ് ഓഫ് എനർജി. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും എനർജി എന്നുള്ള ഭാഗത്ത് പഠിച്ച പ്രധാനപ്പെട്ട രണ്ട് എനർജികൾ, ഒന്ന് പൊട്ടൻഷ്യൽ എനർജിയും മറ്റൊന്ന് കൈനറ്റിക് എനർജിയുമാണ്. ശരിയല്ലേ? ആദ്യം നമ്മൾ കൈനറ്റിക് എനർജി എന്താണെന്ന് പഠിച്ചു. എന്തായിരുന്നു കൈനറ്റിക് എനർജി? ഒരു മൂവിങ് ബോഡി പ്രൊസസ് ചെയ്യുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. മൂവിങ് ഒബ്ജക്റ്റുകൾക്ക് മാത്രമേ കൈനറ്റിക് എനർജി ഉള്ളൂ. റെസ്റ്റിലുള്ള ഒരു ഒബ്ജക്റ്റിന് കൈനറ്റിക് എനർജി 0 ആണ്. കൈനറ്റിക് എനർജി റിലേറ്റീവ് ആയിട്ടാണ് പറയുന്നത്. കാരണം മോഷൻ റിലേറ്റീവ് ആണ്. ഒരു വസ്തുവിനെ അപേക്ഷിച്ച് അല്ലെങ്കിൽ സറൗണ്ടിങ്സിനെ അപേക്ഷിച്ച് ഒരു ബോഡി മൂവ് ചെയ്യുന്നു എന്നേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഒരു റെഫറൻസിനെ അപേക്ഷിച്ച് മാത്രമേ മോഷൻ പറയാൻ സാധിക്കുകയുള്ളൂ. ദാറ്റ് ഈസ് കോൾഡ് റിലേറ്റീവ് ആണ്. അതുകൊണ്ട് കൈനറ്റിക് എനർജിയും റിലേറ്റീവ് ആണ്. ഇനി മറ്റൊരു ആശയം എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി ഫ്രെയിം ഓഫ് റെഫറൻസിനെ ഡിപ്പെൻഡ് ചെയ്യും എന്ന് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെ കൈനറ്റിക് എനർജി എന്താണെന്നും കൈനറ്റിക് എനർജി എങ്ങനെ കണ്ടുപിടിക്കാമെന്നും എല്ലാം നമ്മൾ മനസ്സിലാക്കി. ദ എക്സ്പ്രഷൻ ഫോർ കൈനറ്റിക് എനർജി ഈസ് ½ mv². മറ്റൊരു എക്സ്പ്രഷൻ p² ഡിവൈഡഡ് ബൈ 2m. പി എന്ന് പറയുന്നത് ലീനിയർ മൊമെൻറ്റം ഓഫ് ദ ബോഡിയാണ്. അത് കഴിഞ്ഞ് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി എന്താണെന്ന് ഡിഫൈൻ ചെയ്തു. പൊട്ടൻഷ്യൽ എനർജി നമ്മൾ മനസ്സിലാക്കുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഒരു ബോഡിയുടെ പൊസിഷൻ കൊണ്ട് ഇൻ ദ ഫീൽഡ് ആൻഡ് സ്റ്റേറ്റ് ഓഫ് സ്ട്രെയിൻ, രണ്ടവസ്ഥകൾ കൊണ്ടാണ് ഈ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാകുന്നത്. ഒന്ന് പൊസിഷൻ ഇൻ ദ ഫീൽഡ്, ഒരു ഒബ്ജക്റ്റ് ഫീൽഡിൽ നിൽക്കുമ്പോൾ അതിൻ്റെ പൊസിഷൻ കൊണ്ട് ഉണ്ടാകുന്ന എനർജി. ഫീൽഡിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ആസ് ഐ ടോൾഡ് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന റീജിയണിൽ നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു സ്ഥലത്ത് ഒരു ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യുമ്പം ആ ഒബ്ജക്റ്റിൻ്റെ മുകളിൽ എന്ത് വരുന്നു? ഫോഴ്സ് അനുഭവപ്പെടുന്നു. അപ്പോൾ ഈ ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയി വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ ആ പൊസിഷനിൽ അതിന് നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ചെയ്യുന്ന വർക്കാണ് ആക്ച്വലി അവിടെ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഒരർത്ഥത്തിൽ സ്റ്റോർഡ് എനർജിയാണ്, സംഭരിക്കപ്പെടുന്ന ഊർജ്ജ രൂപമാണ്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഓഫ് സ്ട്രെയിൻ കൊണ്ടും വരാം. ഒരു ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുമ്പം ആ സിസ്റ്റത്തിൽ ഒരു പക്ഷേ സ്ട്രെയിൻ ഡെവലപ്പ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു സ്പ്രിങ്ങിനെ എക്സ്റ്റെൻഡ് ചെയ്യുകയോ കംപ്രസ് ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് സ്ട്രെയിൻ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈ സ്ട്രെയിൻ കൊണ്ടും എനർജി ഉണ്ടാകുന്നുണ്ട്. അത് പൊട്ടൻഷ്യൽ എനർജി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സ്റ്റേറ്റ് ഓഫ് സ്ട്രെയിൻ കൊണ്ടുണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജിക്ക് ഒരു ഉദാഹരണം പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ എ സ്പ്രിങ്. പിന്നെ പൊസിഷൻ ഇൻ ദ ഫീൽഡ്, അതുകൊണ്ടുണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജിക്ക് ഉദാഹരണം ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയത് പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ചെയ്യപ്പെടുന്ന ഒരു എനർജിയാണ്. ഇത് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്? നിങ്ങൾ കൺസർവേറ്റീവ് ഫോഴ്സസിന് എഗെയിൻസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ കൺസർവേറ്റീവ് ഫോഴ്സോ വർക്ക് ചെയ്യുമ്പോൾ ആണ് ഈ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഡിഫൈൻഡ് ഓൺലി ഫോർ കൺസർവേറ്റീവ് ഫോഴ്സസ്. കൺസർവേറ്റീവ് അല്ലാത്ത ഫോഴ്സുകൾക്ക് നമുക്ക് പൊട്ടൻഷ്യൽ എനർജി പറയാനായിട്ട് സാധ്യമല്ല. കൺസർവേറ്റീവ് ഫോഴ്സ് ആയിട്ടുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അതിനെ അസോസിയേറ്റ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എനർജിയാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. കൺസർവേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു ഫോഴ്സ് ഇലക്ട്രിക് ഫോഴ്സാണ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. മാഗ്നറ്റിക് ഫോഴ്സിനെ അസോസിയേറ്റ് ചെയ്യുന്നതിന്, അങ്ങനെ ഓരോ കൺസർവേറ്റീവ് ഫോഴ്സസിന് എഗെയിൻസ്റ്റ് അസോസിയേറ്റ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എനർജികൾ നമുക്ക് പറയാനായിട്ട് സാധിക്കും. കൺസർവേറ്റീവ് ഫോഴ്സ് അല്ലാത്ത ഫോഴ്സുകളാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്, വിസ്കസ് ഫോഴ്സ്, ഡാമ്പിംഗ് ഫോഴ്സ് എന്നൊക്കെ പറയുന്നത്. ഈ ഫോഴ്സുകൾക്കൊന്നും പൊട്ടൻഷ്യൽ എനർജി ഡിഫൈൻ ചെയ്തിട്ടില്ല. അവർക്കൊന്നും പൊട്ടൻഷ്യൽ എനർജി ഇല്ല. അതായത് അത്തരം നോൺ കൺസർവേറ്റീവ് ഫോഴ്സസ് ചെയ്യുന്ന വർക്ക് ഡൺ ഒരിക്കലും എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടാൻ സാധ്യമല്ല. അതാണ് ഉദ്ദേശിക്കുന്നത്. കൺസർവേറ്റീവ് ഫോഴ്സ് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ അത് എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നുള്ളൂ, എസ്പെഷ്യലി പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നുള്ളൂ. നോൺ കൺസർവേറ്റീവ് ഫോഴ്സസ് ചെയ്യുന്ന വർക്കുകളൊന്നും തന്നെ പൊട്ടൻഷ്യൽ എനർജിയായി സ്റ്റോർ ചെയ്യപ്പെടുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതാണ് പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ രണ്ട് എനർജികളും വളരെ പ്രധാനപ്പെട്ടതാണ്. എസ്പെഷ്യലി മെക്കാനിക്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരു ബോഡി മൂവ് ചെയ്യുന്ന സമയത്ത്, എസ്പെഷ്യലി ഗ്രാവിറ്റേഷണൽ ഫീൽഡിലോ അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിലോ എങ്ങാനും ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് എനർജികളും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ രണ്ട് എനർജികളാണ് പരസ്പരം ബാലൻസ് ചെയ്യപ്പെടുന്നത്.
നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി പഠിക്കുന്ന സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തൊരു പോയിന്റ് ഉണ്ട്, ഡെൽറ്റ കെ ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ വി എന്നുള്ളത്. ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ വി. ഇതിന് ഒരു വളരെയധികം ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളൊരു അർത്ഥം ഈ ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഒരു സിസ്റ്റത്തിൽ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുകയാണ്. ആ സിസ്റ്റം ഒരു കൺസർവേറ്റീവ് സിസ്റ്റമാണ്. മീൻസ് ആ സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യുന്ന ഫോഴ്സ് കൺസർവേറ്റീവ് ഫോഴ്സാണ് എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ആ സിസ്റ്റത്തിലൂടെ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോൾ അതിന് കൈനറ്റിക് എനർജി ഉണ്ടാവും. അത് ഫോഴ്സ് ഉള്ള ഫീൽഡിലൂടെയാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് പൊസസ് പൊട്ടൻഷ്യൽ എനർജി at each and every point. സോ ഒരു ബോഡി ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡിലൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് അത് കൈനറ്റിക് എനർജി പ്രോസസ്സ് ചെയ്യുന്നുണ്ട്, പൊട്ടൻഷ്യൽ എനർജി പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സംശയം തോന്നണ്ട. ഒരു കല്ലെടുത്ത് പ്രൊജക്റ്റൈൽ ചെയ്യുന്നത് ഈ പറഞ്ഞ എക്സാമ്പിളിന് ഉദാഹരണമാണ്. ഫോഴ്സ് ഫീൽഡിലൂടെയാണ് മൂവ് ചെയ്യുന്നത് അല്ലേ. ഒരു കല്ല് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് എറിയുമ്പോൾ അത് ഗ്രാവിറ്റേഷണൽ ഫീൽഡിലൂടെയാണ് മൂവ് ചെയ്യുന്നത്. അത് ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതുകൊണ്ട് ഓരോ പോയിന്റിലും നമുക്ക് പൊട്ടൻഷ്യൽ എനർജി പറയാം, ഓരോ പോയിന്റിലും നമുക്ക് കൈനറ്റിക് എനർജിയും പറയാനായിട്ട് സാധിക്കും. കൈനറ്റിക് എനർജിയിൽ എത്രയാണോ ഒരു ഒബ്ജക്റ്റിന് ചേഞ്ച് വരുന്നത്, ദാറ്റ് ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് ദ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്നാണ് ഈ ഇക്വേഷൻ കൊണ്ട് കാണിക്കുന്നത്. അതായത് ഒരു സിസ്റ്റം മൂവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൈനറ്റിക് എനർജി 10 ജൂൾ ഇൻക്രീസ് ചെയ്താൽ, അതിൻ്റെ ഇനീഷ്യൽ കൈനറ്റിക് എനർജിയിൽ നിന്നും 10 ജൂൾ അത് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി 10 ജൂൾ ഡിക്രീസ് ആയിട്ടുണ്ടാവും. ആ ഡിക്രീസ് ചെയ്ത പൊട്ടൻഷ്യൽ എനർജിയാണ് ഇവിടെ 10 ജൂൾ കൈനറ്റിക് എനർജി ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവുക. ഇതെപ്പോഴും കൺസേർവ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്. എത്രയാണോ നിങ്ങൾക്ക് പൊട്ടൻഷ്യൽ എനർജിയിൽ ഡിക്രിമെൻറ്റ് കാണാൻ സാധിക്കുന്നത്, അത്ര തന്നെ അതിൻ്റെ കൈനറ്റിക് എനർജിയിൽ ഇൻക്രിമെൻറ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയിലുള്ള കുറവ് കൈനറ്റിക് എനർജിയിൽ കൂടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ അതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ സിസ്റ്റത്തിനുണ്ടാകുന്ന ഈ ഇൻക്രിമെൻറ്റും ഡിക്രിമെൻറ്റും അവർ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യുന്ന എനർജികളാണ്. അതുകൊണ്ടാണ് നമ്മൾ പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും ഇത്രയധികം ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം. ഇത് ഇൻ്റർ കൺവേർട്ടബിൾ ആയിട്ടുള്ള എനർജി സോഴ്സസ് ആണ്. കൈനറ്റിക് എനർജി ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു പൊട്ടൻഷ്യൽ എനർജി ആൻഡ് വൈസ് വേഴ്സ. പൊട്ടൻഷ്യൽ എനർജി ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു കൈനറ്റിക് എനർജി ഓൾസോ. ഈ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നതും കൈനറ്റിക് എനർജി എന്ന് പറയുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൺവേർട്ട് ചെയ്യപ്പെടാൻ സാധ്യതയുള്ളതും അല്ലെങ്കിൽ അങ്ങനെ സാധ്യമായതുമായ എനർജി രൂപങ്ങളാണ് എന്ന് മനസ്സിലാക്കുക, തിരിച്ചറിയുക. പക്ഷേ എനർജി എന്ന് പറയുമ്പോൾ ഈ രണ്ട് എനർജി മാത്രമല്ല ഉള്ളത്. ഒരു സിസ്റ്റത്തിന് കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി മാത്രമല്ല ഉണ്ടായിരിക്കുക. ഒരു സിസ്റ്റത്തിൽ അതർ ഫോംസ് ഓഫ് എനർജി, വേറെയും എനർജി രൂപഭാവങ്ങളുണ്ട്. അപ്പോൾ നോക്കാം മറ്റേതൊക്കെ ഫോംസുകളാണ് എനർജി ആയിട്ടുള്ളത് എന്നുള്ളത്. ഇതിൽ പ്രധാനമായിട്ടുള്ളൊരു എനർജി ഹീറ്റ് എനർജിയാണ്. ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഈ ഭാഗങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഫോർ ദ കംപ്ലീഷൻ ഓഫ് ദ സിലബസ് ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നു എന്ന് മാത്രം. ഹീറ്റ് എനർജി എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റം പൊസസ് ചെയ്യുന്ന എനർജിയാണ്. ഹീറ്റ് എനർജി എല്ലാ സിസ്റ്റങ്ങളും പൊസസ് ചെയ്യാറുണ്ട്, കൂടുതലും കുറവും. ഹീറ്റ് എനർജി കൂടുതലുള്ള സിസ്റ്റത്തിൽ ഹീറ്റിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണെങ്കിൽ ആ സിസ്റ്റം പൊതുവെ ഹോട്ടായിരിക്കും. ഹീറ്റിൻ്റെ കണ്ടൻറ്റ് ഒരു സിസ്റ്റത്തിൽ കുറവാണെന്നുണ്ടെങ്കിൽ ആ സിസ്റ്റം പൊതുവെ കോൾഡ് ആയിരിക്കും, തണുത്ത സിസ്റ്റങ്ങളായിരിക്കും. ടെമ്പറേച്ചർ കുറവായിരിക്കും അത്തരം സിസ്റ്റങ്ങളിൽ. ഹീറ്റിൻ്റെ കണ്ടൻറ്റ് കൂടുതലുള്ള സിസ്റ്റങ്ങൾ സാധാരണ രീതിയിൽ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. അവരെയാണ് നമ്മൾ ഹോട്ട് ബോഡീസ് അല്ലെങ്കിൽ ഹോട്ട് സിസ്റ്റംസ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഹീറ്റ് എനർജി ഉണ്ടാകുന്നത്? ഒരു സിസ്റ്റത്തിലുള്ള മോളിക്യൂൾസുകൾ, എവറി സിസ്റ്റം ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ആറ്റംസ് ഓർ മോളിക്യൂൾസ്, റൈറ്റ്? എല്ലാം ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് ആറ്റംസും കൊണ്ടും മോളിക്യൂൾസുകളും കൊണ്ടാണ്. അപ്പോൾ ഒരു ബോഡിയുടെ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിലെ ആറ്റംസുകളുടെയും മോളിക്യൂൾസുകളുടെയും മോഷൻ വഴി ഡെവലപ്പ് ചെയ്യുന്ന എനർജിയാണ് ആക്ച്വലി ഹീറ്റ് കണ്ടൻറ്റ് എന്ന് പറയുന്നത്. നമ്മളൊരു സിസ്റ്റം എടുത്താൽ ആ സിസ്റ്റത്തിൽ ധാരാളം മോളിക്യൂൾസുകൾ ഉണ്ടായിരിക്കും, ആറ്റങ്ങൾ ഉണ്ടായിരിക്കും. അവയൊന്നും റെസ്റ്റിലായിരിക്കണമെന്നില്ല. അത് റാൻഡം മോഷനിലാവാം. ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണെങ്കിൽ റാൻഡം മോഷനിലായിരിക്കാം. ലിക്വിഡ് സ്റ്റേറ്റിലാണെങ്കിലും മോളിക്യൂൾസുകൾ മൂവ് ചെയ്യുന്നുണ്ടാവാം. സോളിഡ് സ്റ്റേറ്റിലുള്ള മെറ്റീരിയൽസ് മോഷൻ ഉണ്ടായിരിക്കില്ല, പക്ഷേ അതിൻ്റെ പൊസിഷനിൽ നിന്നുകൊണ്ട് അതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടാവാം. നിങ്ങളത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട് നമുക്ക് ഹീറ്റിനെ പറ്റിയൊക്കെ. അപ്പോൾ ഒരു സോളിഡ് സിസ്റ്റത്തിലാണെങ്കിൽ പോലും അതിലെ ആറ്റങ്ങൾ റെസ്റ്റിലല്ല, ആ ആറ്റങ്ങൾ അതിൻ്റെ പൊസിഷനിൽ നിന്നുകൊണ്ട് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ എവറി സിസ്റ്റം, ഏത് സിസ്റ്റവും വൈബ്രേഷൻ കാണിക്കുന്നുണ്ട്, റൊട്ടേഷൻ കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ട്രാൻസ്ലേഷൻ കാണിക്കുന്നുണ്ട്. വിച്ച് മീൻസ് മോളിക്യൂൾസ് ആൻഡ് ആറ്റംസ് പ്രസൻറ്റ് ഇൻ എ സിസ്റ്റം ഇസ് നോട്ട് സ്റ്റേഷനറി, ഇറ്റ് ഈസ് മൂവിങ്. അപ്പോൾ അതിൻ്റെ ആ മോഷൻ കൊണ്ട് അത് ഏതൊക്കെ ആവാം? ട്രാൻസ്ലേഷൻ മോഷൻ ആവാം,
റൊട്ടേഷണൽ മോഷൻ ആവാം, വൈബ്രേഷണൽ മോഷൻ ആവാം. ഈ മോഷൻസ് കൊണ്ടുണ്ടാകുന്ന എനർജികളുടെ സം, അതിനെയാണ് ഹീറ്റ് എനർജി എന്ന് പറയുന്നത്. ഒരു സിസ്റ്റത്തിൽ ഹീറ്റ് എനർജി എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ആ സിസ്റ്റത്തിലെ ആറ്റംസ്, മൊളിക്യൂൾസ് തുടങ്ങിയവരുടെ വൈബ്രേഷൻസ്, റൊട്ടേഷൻസ് ആൻഡ് ട്രാൻസ്ലേഷൻ തുടങ്ങിയ എല്ലാ എനർജികളും സം ചെയ്തിട്ടാണ് നമ്മൾ ഹീറ്റ് എനർജി കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു ഫോം ഓഫ് എനർജിയാണെന്ന് മനസ്സിലാക്കുക, അതർ ദാൻ പൊട്ടൻഷ്യൽ ആൻഡ് കൈനറ്റിക് എനർജീസ്. ഇനി മറ്റൊരു എനർജിയാണ് കെമിക്കൽ എനർജി. ഓൾ ഓഫ് യു നോ ദാറ്റ് ഡ്യൂറിങ് എ കെമിക്കൽ റിയാക്ഷൻ കെമിക്കൽ എനർജി ക്യാൻ ബി റിലീസ്ഡ്. കാരണം ബോണ്ടുകൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത്, ബോണ്ട് ഫോർമേഷൻ നടക്കുന്ന സമയത്തൊക്കെ ഈ എനർജിയിൽ വ്യത്യാസങ്ങൾ സംഭവിക്കുന്നത് കാണാൻ സാധിക്കും. എസ്പെഷ്യലി ഒരു ആറ്റമായി നിൽക്കുന്നതിനേക്കാളും സ്റ്റേബിൾ ആവാൻ ശ്രമിക്കുന്നത് കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടാണ്. അറിയാമല്ലോ, എക്സെപ്റ്റ് ദ നോബിൾ ഗ്യാസസ്, മറ്റെല്ലാ ആറ്റങ്ങളും അതിൻ്റെ നാച്ചുറൽ സ്റ്റേറ്റിൽ അത്ര സ്റ്റേബിൾ ആവില്ല. ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി അവർ പരസ്പരം കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. അങ്ങനെ കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് ബോണ്ട് ഫോർമേഷൻ നടക്കുന്നു. സോ ബോണ്ട്, രണ്ട് ആറ്റംസ് ഇങ്ങനെ ജോയിൻ ചെയ്തിട്ടൊരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ കീപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള ബൈൻഡിങ് എനർജി അവിടെയുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ അതങ്ങനെ ബൈൻഡ് ചെയ്ത് നിൽക്കുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ H2O മോളിക്യൂൾ, 2 ഹൈഡ്രജനും 1 ഓക്സിജനും ഉണ്ട്. അതങ്ങനെ ബൈൻഡ് ചെയ്തിട്ട് നിങ്ങൾ കെമിസ്ട്രിയിലൊക്കെ പഠിക്കുന്ന പോലെ ഇൻവേർട്ടഡ് വി ഷേപ്പിൽ അത് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ തമ്മിലൊരു ബൈൻഡിങ് ഉണ്ട്. ആ ബൈൻഡിങ് ആണ് അതിനെ ആ ഒരു സ്ട്രക്ചറിൽ കീപ്പ് ചെയ്യുന്നത്. പക്ഷേ ചില കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ബ്രേക്കിംഗ് നടക്കാം. അതിൻ്റെ ബോണ്ടേജസിലൊക്കെ ക്ലീവേജസ് വരാം, ബോണ്ടിലൊക്കെ ബ്രേക്കിംഗ് സംഭവിക്കാം. ആൻഡ് ഡ്യൂറിങ് ദിസ് ബ്രേക്കിംഗ് ഈ ബൈൻഡ് ചെയ്തിട്ടുള്ള എനർജി റിലീസ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ആറ്റങ്ങളിലും മോളിക്യൂൾസുകളെയും ബൈൻഡ് ചെയ്ത് നിർത്തുന്ന ബൈൻഡിങ് എനർജി ക്യാൻ ബി റിലീസ്ഡ് ഡ്യൂറിങ് എ കെമിക്കൽ റിയാക്ഷൻ. എല്ലാ റിയാക്ഷനിലും റിലീസ് ചെയ്യണം എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല, എന്നാൽ സം എക്സോതെർമിക് റിയാക്ഷൻസിൽ നമുക്കത് റിലീസ് ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും. ആൻഡ് ദിസ് ഈസ് നത്തിങ് ബട്ട് ദ കെമിക്കൽ എനർജി ഓഫ് ദ സിസ്റ്റം. റൈറ്റ്, ഇതാണ് കെമിക്കൽ എനർജി എന്ന് പറയുന്നത്. ഇനി ഇലക്ട്രിക്കൽ എനർജി, ഇത് മറ്റൊരു ഫോം ഓഫ് എനർജിയാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? ഹീറ്റ് എനർജി അതൊരു എനർജിയാണ്. രണ്ടാമത്തത് കെമിക്കൽ എനർജി the energy associated with molecules and atoms, and other one is electrical energy. ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ട് കൺസിഡർ ചെയ്യുക. ചാർജുകൾ ഫ്ലോ ചെയ്യുന്നു, അങ്ങനെ ഒരു കറൻറ്റ് ഉണ്ടാകുന്നു. ഒരു സർക്യൂട്ടിൽ കറൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ചാർജുകളെ ഫ്ലോ ചെയ്യിക്കാൻ അവിടെ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ചാർജുകൾ സാധാരണ രീതിയിൽ ഫ്ലോ ചെയ്യില്ല. അപ്പോൾ സാധാരണ രീതിയിൽ ഫ്ലോ ചെയ്യാത്ത ചാർജുകളെ ഫ്ലോ ചെയ്യിക്കാൻ, ഒരു പെർട്ടിക്കുലർ ഡിറക്ഷനിൽ ഫ്ലോ ചെയ്യിക്കാൻ someone has to do work. അവിടെ ആ വർക്ക് ചെയ്യുന്നത് ആക്ച്വലി സെല്ലാണ്. നമ്മൾ ബാറ്ററി അല്ലെങ്കിൽ സെൽ എന്ന് പറയുന്ന ആ സിസ്റ്റമാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ആ വർക്ക് ഡൺ ചാർജുകളെ ഫ്ലോ ചെയ്യിപ്പിക്കുവാൻ അല്ലെങ്കിൽ കറൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യിക്കുവാൻ, ഒരു സർക്യൂട്ടിൽ കറൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യിക്കുവാൻ അല്ലെങ്കിൽ ചാർജുകളെ ഫ്ലോ ചെയ്യിപ്പിക്കുവാൻ ഈ സെൽ സ്പെൻഡ് ചെയ്യുന്ന വർക്ക്, അതാണ് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് അവിടെ അപ്പിയർ ചെയ്യുന്നത്. അപ്പോൾ വൈദ്യുതോർജ്ജം എന്ന് നമ്മൾ പറഞ്ഞ ഇലക്ട്രിക്കൽ എനർജി ചാർജുകളെ ഫ്ലോ ചെയ്യിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന വർക്കാണ്. ബേസിക്കലി ഇറ്റ് വിൽ ബി അപ്പിയർഡ് ആസ് എനർജി കോൾഡ് ഇലക്ട്രിക്കൽ എനർജി. സാധാരണ രീതിയിൽ ഇത് ഹീറ്റ് എനർജി ആയിട്ടാണ് അപ്പിയർ ചെയ്യാറുള്ളത്. അറിയാമല്ലോ, ഒരു ഇലക്ട്രിക്കൽ അപ്ലയൻസസ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അത് ചൂടാവും. ബിക്കോസ് ഇലക്ട്രിക്കൽ എനർജി ഈസ് ദർ ആൻഡ് ഇറ്റ് ഈസ് അപ്പിയർഡ് ആസ് ഓർ സ്പെൻഡ് ആസ് ഹീറ്റ് ഇൻ ദ സർക്യൂട്ട്. അങ്ങനെയാണ് നമ്മൾ സാധാരണ രീതിയിൽ അത് കാണാറുള്ളത്. സോ ദാറ്റ് ഈസ് ഇലക്ട്രിക്കൽ എനർജി. അപ്പോൾ ഈ സെല്ലിൽ നടക്കുന്ന എനർജി കൺവേർഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ സെല്ലിന് എങ്ങനെയാണ് വർക്ക് ചെയ്യാൻ പറ്റിയത് എന്ന് ചിലപ്പോൾ ചിന്തിക്കാം. ഒരു സെല്ലിൻ്റെ ഉള്ളിൽ കെമിക്കൽ റിയാക്ഷൻസ് ആണ് നടക്കുന്നത്. റിഡോക്സ് റിയാക്ഷൻസ് പഠിച്ചിട്ടുണ്ടായിരിക്കാം ഒരു പക്ഷേ കെമിസ്ട്രിയിൽ. അപ്പോൾ ഒരു സെല്ലിൻ്റെ ഉള്ളിൽ നടക്കുന്ന റിഡോക്സ് റിയാക്ഷൻസിൽ കെമിക്കൽ എനർജി ഈ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ്. ആ കെമിക്കൽ എനർജി ഉപയോഗിച്ചിട്ടാണ് ഈ ഇലക്ട്രോൺസുകളെ അല്ലെങ്കിൽ ചാർജുകളെ ഫ്ലോ ചെയ്യിപ്പിക്കാനായിട്ട് സെല്ല് ശ്രമിക്കുന്നത്. സോ ഇൻ എ സെൽ or an electrical circuit, the energy conversion that you can see, the chemical energy is converted into electrical energy and that will be appeared as heat energy. ഇങ്ങനെ 3 കൺവേർഷൻസ് നമുക്ക് കാണാൻ പറ്റും. കെമിക്കൽ എനർജി ഉപയോഗിച്ചിട്ട് ചാർജുകളെ ഫ്ലോ ചെയ്യിപ്പിക്കുന്നു. ഈ ഫ്ലോ ഓഫ് ചാർജസ് പൊതുവേ അപ്പിയർ ചെയ്യുന്നത് ഹീറ്റ് എനർജി ആയിട്ടാണ് അക്രോസ് ദ റെസിസ്റ്റർ ഓർ അക്രോസ് ദ അപ്ലയൻസസ്.
ആൻഡ് ദിസ് ഇസ് ദ കൺവേർഷൻ, സീക്വൻസ് ഓഫ് കൺവേർഷൻ ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ സ്റ്റേറ്റ്. വേറൊരു ഫോം ഓഫ് എനർജി ഉണ്ട്. ഇറ്റ് ഈസ് കോൾഡ് ന്യൂക്ലിയർ എനർജി. ന്യൂക്ലിയർ എനർജി എന്ന് പറയുന്നത് ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള എനർജിയാണ്. നിങ്ങൾ ആലോചിക്കൂ, ന്യൂക്ലിയസിനുള്ളിൽ പ്രോട്ടോൺസുകളും ന്യൂട്രോൺസുകളുമാണുള്ളത്. ഈ പ്രോട്ടോൺസുകളെയും ന്യൂട്രോൺസുകളെയും ന്യൂക്ലിയസ് എന്ന് പറയുന്ന ആ ചെറിയ സ്ഥലത്ത് ബൈൻഡ് ചെയ്ത് നിർത്തുന്ന ബൈൻഡിങ് എനർജി ഉണ്ട്. നിങ്ങൾക്കറിയാം, പ്രോട്ടോൺസുകൾ പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പ്രോട്ടോൺസുകളെ ബൈൻഡ് ചെയ്ത് നിർത്താൻ നിശ്ചയമായിട്ടും അവിടെ എനർജി ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ ന്യൂക്ലിയസുമായിട്ട് എന്തെങ്കിലും ഒരു റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ വി കോൾ ഇറ്റ് എസ് ന്യൂക്ലിയർ റിയാക്ഷൻസ്. ഫിഷൻ ആവാം, ന്യൂക്ലിയസിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന പ്രോസസ്സ് ആവാം. ഫ്യൂഷൻ ആവാം, ന്യൂക്ലിയസുകൾ കമ്പൈൻ ചെയ്തിട്ടൊരു ഹെവി ന്യൂക്ലിയസായി മാറുന്ന പ്രോസസ്സ് ആവാം. എനിവേ ഏത് തന്നെ ആവാം, നോ പ്രോബ്ലം. ഇവരെ ജനറലി ഞാൻ ന്യൂക്ലിയർ റിയാക്ഷൻസ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ന്യൂക്ലിയർ റിയാക്ഷൻസ് നടക്കുമ്പം സിമിലർ ടു ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് ഈ ബൈൻഡിങ് എനർജി റിലീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ന്യൂക്ലിയസിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഇനോമറസ് ആയിട്ടുള്ള ബൈൻഡിങ് എനർജി റിലീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് ദിസ് എനർജി സ്റ്റോർഡ് ഇൻസൈഡ് ദ ന്യൂക്ലിയസ് ഇസ് കോൾഡ് ന്യൂക്ലിയർ എനർജി. അവരെയാണ് നമ്മൾ ന്യൂക്ലിയർ എനർജി എന്ന് പറയുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കാൽക്കുലേറ്റ് ചെയ്യുന്നതിനേക്കാളൊക്കെ വളരെ അധികമാണ്. കാരണം ബൈൻഡിങ് എനർജി ഇൻസൈഡ് ദ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും വളരെ വളരെ വലുതാണ്. ഒരാറ്റത്തിൽ ആറ്റങ്ങൾ തമ്മിൽ ബൈൻഡ് ചെയ്യുന്നത് പോലെയല്ല ന്യൂക്ലിയസിലുള്ള പാർട്ടിക്കിൾസുകൾ തമ്മിൽ ബൈൻഡ് ചെയ്ത് നിർത്തുന്നത്. അപ്പം ആറ്റത്തിൻ്റെ ബൈൻഡിങ് എനർജിയേക്കാളും ഏകദേശം 10⁻⁶ ടൈംസ് കൂടുതലാണ് ന്യൂക്ലിയസിൻ്റെ ബൈൻഡിങ് എനർജി. ആൻഡ് ദിറ്റ് ഈസ് കോൾഡ് ന്യൂക്ലിയർ ബൈൻഡിങ് എനർജി എന്നാണ് അതിനെ വിളിക്കുന്നത്. ശരി, അപ്പം ഹീറ്റ് എനർജി, കെമിക്കൽ എനർജി, ഇലക്ട്രിക്കൽ എനർജി, ന്യൂക്ലിയർ എനർജി ഒക്കെ പറഞ്ഞു. ഈ വളരെ പ്രധാനപ്പെട്ട ഒരു എനർജി റിലേഷൻ ഉണ്ട്. ഇറ്റ് ഈസ് കോൾഡ് മാസ് എനർജി ഇക്വലൻസ്. മാസ് എനർജി ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് മാസ് എന്ന് പറയുന്നത് ഇറ്റ്സെൽഫ് ഇസ് എ ഫോം ഓഫ് എനർജി. അത് ഒരു പക്ഷേ നിങ്ങൾ അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ പഠിച്ചിട്ടോ മനസ്സിലാക്കിയിട്ടോ ഉണ്ടായിരിക്കില്ല. ബട്ട് ദിസ് ഇസ് ട്രൂ. മാസ് ഇറ്റ്സെൽഫ് ഇസ് എ ഫോം ഓഫ് എനർജി. മാസ് എന്ന് പറയുന്നത് എനർജിയുടെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സീ ദിസ് മാസ് എനർജി ഇക്വലൻസ്, ദേ ആർ ഇക്വലൻറ്റ്. മാസും എനർജിയും ഇക്വലൻ്റ് ആണെന്നാണ് അവകാശപ്പെടുന്നത്. ആൻഡ് ദിസ് ഇസ് ഡൺ ബൈ ഐൻസ്റ്റൈൻ. ഐൻസ്റ്റൈൻ്റെ ഫേമസ് ആയിട്ടുള്ള മാസ് എനർജി ഇക്വലൻസ് റിലേഷൻ ഉണ്ട്. All of you know that E is equal to mc squared. E is equal to mc squared. On the left hand side of this equation, you can see energy. On the right hand side of this equation, you can see mass. And C is nothing but the velocity of light in vacuum. Velocity of light in vacuum ആണ് C. അതിൻ്റെ വാല്യൂ 3 × 10⁸ meter per second ആണ്. ഓക്കെ, അപ്പോൾ 3 × 10⁸ meter per second ആണ്. അതാണ് C, which is a constant. ഓക്കെ, അപ്പോൾ ലെഫ്റ്റിൽ എനർജിയാണ്, റൈറ്റിൽ മാസ്സാണ്, പിന്നെ ഒരു കോൺസ്റ്റൻ്റ് ആണ്. 3 × 10⁸ സ്ക്വയർ ചെയ്യുന്ന ഒരു വാല്യൂ ആണ് വരുന്നത്. സോ യു ക്യാൻ സീ എനർജി ലെഫ്റ്റിലും മാസ് റൈറ്റിലും ദേ ആർ ഇക്വലൻറ്റ്. ആൻഡ് വാട്ട് ദിസ് ഇക്വേഷൻ ടെൽസ് യു, ഈ ഇക്വേഷൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് മാസ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു എനർജി. നിങ്ങൾക്ക് മാസിനെ എനർജിയായി കൺവേർട്ട് ചെയ്യപ്പെടാം. ആൻഡ് വൈസ് വേഴ്സ, തിരിച്ചും പോസിബിളാണ്. രണ്ടിനും എക്സ്പെരിമെൻ്റൽ എവിഡൻസുകളുണ്ട്. ഇൻ ഹയർ ഫിസിക്സ് ഞാൻ ഇപ്പോൾ അത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല, കാരണം അത് കുറച്ചുകൂടി ഹയർ ലെവൽ ഫിസിക്സ് ആണ്, ബിയോണ്ട് ദ സ്കോപ്പ് ഓഫ് യുവർ നോളജ്. ബട്ട് ദിസ് ഇസ് ട്രൂ. എനർജി ആൻഡ് മാസ് ക്യാൻ ബി ഇൻ്റർ കൺവേർട്ടബിൾ. നിങ്ങൾക്ക് എനർജിയെ മാസ്സാക്കി മാറ്റാൻ സാധിക്കും, മാസിനെ എനർജിയാക്കി മാറ്റാൻ സാധിക്കും. ദറ്റ് ഈസ് പോസിബിൾ. നമുക്ക് സാധിക്കുമോ എന്ന് വെച്ചാൽ സാർ എന്നൊരു കാര്യം ചെയ്യും, ഒരു കുറച്ച് മാസ് എനർജിയൊക്കെ കാണിച്ചു തരുമെന്ന് വെച്ചാൽ എനിക്ക് പറ്റില്ല. ഞാൻ പറയുന്നത് ദിസ് ഇസ് ട്രൂ. അങ്ങനെ ഉണ്ടാകുന്ന നാച്ചുറൽ ഫിനോമിനൻസ് ഉണ്ട്. പ്രകൃതിയിൽ നമുക്ക് അത്തരം സന്ദർഭങ്ങൾ കാണാം. പ്രകൃതി, നേച്ചർ ഇറ്റ്സെൽഫ് ചില സിറ്റുവേഷൻസിൽ എനർജിയെ മാസാക്കിയും മാസിനെ എനർജിയാക്കിയും കൺവേർട്ട് ചെയ്യപ്പെടുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അല്ലാതെ എനിക്ക് എനർജിയെ മാസാക്കാനോ മാസിനെ എനർജിയാക്കാനോ ഉള്ള കഴിവില്ല. ബട്ട് നേച്ചറിന് ആ ഒരു സിസ്റ്റം അങ്ങനെ കാണിക്കുന്നുണ്ട്, സിസ്റ്റം അങ്ങനെ ചെയ്യുന്നുണ്ട്. നമുക്കത് നമ്മുടെ പല എക്സ്പെരിമെൻ്റൽ കാര്യങ്ങളിലും നമുക്കത് ഒബ്സർവ്ഡ് ആണ്. അപ്പോൾ ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യപ്പെടാം എന്നുള്ളതാണ് ചോദ്യം. ഫോർ എക്സാമ്പിൾ 1 kilogram ഓഫ് മാസ്
വാട്ട് എവർ ഇറ്റ് മേ ബി, 1 കിലോഗ്രാം മാസിനെ നമ്മൾ എനർജിയായി കൺവേർട്ട് ചെയ്തു എന്ന് കരുതുക. നമുക്കത് അത്ര എളുപ്പമല്ല. നമുക്കങ്ങോട്ട് ഒരു ദിവസം എണീറ്റിട്ട് 1 കിലോഗ്രാം വസ്തുവിനെ എനർജിയായി കൺവേർട്ട് ചെയ്യാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു നേച്ചറിൽ അങ്ങനെ കാണുന്ന ഫിനോമിനൻസുകളുണ്ട്. ആ ഫിനോമിനൻസിൽ നമുക്കിത് കാണാൻ സാധിക്കും. സർട്ടൻ എമൗണ്ട് ഓഫ് മാസ് ഇസ് ഡിസപ്പിയേർഡ് ആൻഡ് ദാറ്റ് മാസ് ഇസ് കൺവേർട്ടഡ് ഇൻ ടു എനർജി. കുറച്ച് എമൗണ്ട് ഓഫ് മാസ് കാണാനില്ല. അപ്പോൾ എവിടെ പോയി എന്ന് അന്വേഷിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ആ സിസ്റ്റത്തിൽ ആ മാസ് എനർജിയായി കൺവേർട്ട് ചെയ്യപ്പെട്ടു എന്ന് എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് 1 കിലോഗ്രാം ഓഫ് മാസ് ഇസ് ഡിസപ്പിയേർഡ്. കാണുന്നില്ല, എവിടെ പോയി എന്നറിയില്ല. പക്ഷേ ആ സിസ്റ്റത്തിൽ 1 കിലോഗ്രാം ഓഫ് മാസിന് ഈക്വലൻ്റായ എനർജി കൂടിയിട്ടുണ്ടാവും. ആ സിസ്റ്റത്തിൻ്റെ എനർജിയോടുകൂടെ ഈ കാണാതായ മാസിൻ്റെ എനർജി ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ അത് എത്രയായിരിക്കുമെന്ന് ഈ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. 1 കിലോഗ്രാം മാസ് കൺസിഡർ ചെയ്യൂ. സോ എം ഇസ് ഈക്വൽ ടു 1 കിലോഗ്രാം. സോ എനർജി ഇ ഇസ് ഈക്വൽ ടു മാസ് ടൈംസ് സി സ്ക്വയർ. സോ 1 ഇൻറ്റു സി എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 10 റേസ് ടു 8 and the square of that. So this is equal to 1 into 9 into 10 raised to 8 ആണ്. So this is equal to 9 into 8, not 8, it is 16 because square ചെയ്യുമ്പോഴേ 3നെ സ്ക്വയർ ചെയ്യണം, 9, 10 raised to 8നെ സ്ക്വയർ ചെയ്യുമ്പോൾ 10 raised to 16. So 9 into 10 raised to 16 ജൂൾ എന്നാണ് കിട്ടുക. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, 1 കിലോഗ്രാം ഓഫ് മാസ്, if it can be converted into energy, then it will be 9 into 10 raised to 16 ജൂൾ. 1 കിലോഗ്രാം വസ്തുവിനെ നിങ്ങൾ എനർജിയാക്കി കൺവേർട്ട് ചെയ്യാൻ സാധിച്ചാൽ, അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചാൽ ഇത്ര എനർജി ആയിരിക്കും ഉണ്ടാവുക. ഹൗ ബിഗ് ഇറ്റ് ഇസ്. 10 raised to 16 ജൂളാണ്. നമ്മൾ ചിന്തിക്കുന്നതിലൊക്കെ അപ്പുറത്താണ്. അപ്പോൾ നമ്മുടെ ഒരു ബോഡിയുടെ ആവറേജ് വെയിറ്റ് ആലോചിക്കുക. നിങ്ങൾ ഓരോരുത്തരുടെയും നിങ്ങളുടെ ബോഡിയുടെ മാസ് എത്രയാണെന്ന് ആലോചിക്കുക. ഒരു 50 കിലോഗ്രാം മാസുള്ള വ്യക്തിയാണോ നിങ്ങൾ? 80 ഉണ്ടോ? 60 ഉണ്ടോ? 40 ഉണ്ടോ? വാട്ട് എവർ ഇറ്റ് മേ ബി. നിങ്ങളുടെ ഓരോരുത്തരുടെയും മാസ് എത്രയാണെന്ന് നോക്കുക. ആ മാസിനെ നിങ്ങൾ എനർജിയാക്കി കൺവേർട്ട് ചെയ്യുമ്പം, നമ്മൾ കൺവേർട്ട് ചെയ്യുന്നില്ല കേട്ടോ, അത് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചാൽ എത്ര എനർജി ഉണ്ടാകുമെന്ന് നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും യൂസിങ് ദിസ് ഇക്വേഷൻ. ഓക്കെ, സോ എനർജി ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു മാസ് ആൻഡ് മാസ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു എനർജി. തിരിച്ചും പോസിബിൾ ആണ് കേട്ടോ. ഒരു സിസ്റ്റത്തിൽ സെർട്ടൻ എമൗണ്ട് ഓഫ് എനർജി ഉണ്ട്, പെട്ടെന്ന് ഇത് ഡിസപ്പിയർ ചെയ്തു എന്ന് മനസ്സിലാക്കുക, എനർജി എവിടെയോ നഷ്ടപ്പെട്ടു പോയി. ഡെഫിനറ്റ്ലി ആ സിസ്റ്റത്തിൽ അത്രയും എമൗണ്ട് ഓഫ് മാസ് തിരിച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. E/c² ചെയ്താൽ മതി. അത്രയും എമൗണ്ട് ഓഫ് മാസ് അവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. ഇതിന് ഒരുപാട് എക്സാമ്പിളുകളൊക്കെ ഉണ്ട്. പെയർ പ്രൊഡക്ഷൻ, പെയർ അനിഹിലേഷൻ എന്നൊക്കെ പറഞ്ഞ് ഹയർ ക്ലാസ്സുകളിലൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. സോ വാട്ട് ഐ എം സേയിങ് ഇസ് ദാറ്റ് എനർജി മാസ് ആർ ഇക്വലൻറ്റ്. മാസ് ഇസ് അനദർ ഫോം ഓഫ് എനർജി. മാസ് എന്ന് പറയുന്നത് ബേസിക്കലി എനർജിയുടെ ഒരു രൂപം മാത്രം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് രണ്ടും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം എനർജി കൺസേർവ് ചെയ്യുന്നു എന്ന് പറയുന്നതോടുകൂടെ മാസ് ഓട്ടോമാറ്റിക്കലി കൺസേർവ്ഡ് ആയിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഐഡിയ. അപ്പോൾ ഇങ്ങനെ നമുക്ക് വിവിധങ്ങളായ എനർജി രൂപങ്ങൾ, എനർജി ഫോംസുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഹീറ്റ് എനർജി, കെമിക്കൽ എനർജി, ഇലക്ട്രിക്കൽ എനർജി, ന്യൂക്ലിയർ എനർജി, മാസ് എനർജി പഠിപ്പിച്ചു. ഇനിയുണ്ട് സൗണ്ട് എനർജി, ലൈറ്റ് എനർജി എന്നൊക്കെ പറഞ്ഞ് വിവിധങ്ങളായ എനർജി രൂപങ്ങൾ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. സോ റിമെമ്പർ ദ ഫാക്ട്, പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി എന്ന് പറയുന്ന 2 എനർജികൾ മാത്രമല്ല. ഏതൊക്കെയാണ് എനർജികളായിട്ടുള്ളത്? വേറെയും ഒരുപാട് എനർജി ഫോംസുകളുണ്ട്. ഇവിടെ നമ്മൾ ആസ് എ ഹോൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് വിചാരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഐസൊലേറ്റഡ് ഫ്രം ദ സറൗണ്ടിങ്സ്. ചുറ്റുപാടിൽ നിന്നെല്ലാം അത് ഐസൊലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇപ്പോൾ ഈ ഐസൊലേഷൻ എന്നൊക്കെ പറയുന്നത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. കൊറോണ ബാധിച്ച ആൾ ഐസൊലേറ്റ് ചെയ്യും. അതായത് പൊതുസമ്പർക്കമില്ലാതിരിക്കുന്ന അവസ്ഥ. അദ്ദേഹത്തിന് പൊതുപരിപാടികളിലോ അല്ലെങ്കിൽ പൊതുവായിട്ടോ ആളുകളുമായിട്ടോ ഒന്നും ബന്ധപ്പെടാൻ സാധ്യമല്ല. പൊതുസമ്പർക്കമില്ലാതിരിക്കുന്ന അവസ്ഥ, ഇതാണല്ലോ ഐസൊലേഷൻ. ഐസൊലേഷൻ വാർഡ് എന്നൊക്കെ പറഞ്ഞ വാക്കുകൾ നിങ്ങൾക്ക് ഇപ്പോൾ വളരെ ഫെമിലിയർ ആയിട്ടുണ്ടാവും. അപ്പോൾ അവരെ ഐസൊലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരുമായിട്ട് ആർക്കും കോൺടാക്റ്റ് ഇല്ല. അപ്പോൾ ഇത്തരത്തിൽ ഒരു സിസ്റ്റം പരിഗണിക്കുക. ഒരു സിസ്റ്റം ഐസൊലേറ്റഡ് ആണെന്ന് പറഞ്ഞാൽ ആ സിസ്റ്റത്തിന് സറൗണ്ടിങ്സുമായി യാതൊരു എക്സ്ചേഞ്ചസും ഇല്ല. സറൗണ്ടിങ്സിൽ നിന്ന് എനർജി എടുക്കാനോ സറൗണ്ടിങ്സിലേക്ക് എനർജി കൊടുക്കാനോ ഒന്നും സാധ്യമല്ല. ഇറ്റ് ഈസ് ഐസൊലേറ്റഡ് ഫ്രം ദ സറൗണ്ടിങ്സ്. അതിൻ്റെ ചുറ്റുപാടിൽ നിന്നും അത് ഐസൊലേറ്റഡ് ആണെന്ന് കരുതുക. അപ്പോൾ അത് പറയാൻ കാരണം എന്താ വെച്ചാൽ അത്തരം ഒരു സിസ്റ്റത്തിൻ്റെ ടോട്ടൽ എനർജി എപ്പോഴും കൺസേർവ്ഡ് ആയിരിക്കും. കൺസേർവ്ഡ് മീൻസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിൻ്റെ എനർജി, ടോട്ടൽ എനർജി, ആ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ സം ഓഫ്
കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ഹീറ്റ് എനർജി, ഇലക്ട്രിക്കൽ എനർജി, കെമിക്കൽ എനർജി, ഏതൊക്കെ എനർജികളാണോ സിസ്റ്റത്തിന് ആക്സസബിൾ ആയിട്ടുള്ളത് അവരെല്ലാവരും, ദ സം ഓഫ് ഓൾ എനർജീസ്, നോട്ട് ഓൺലി ദ പൊട്ടൻഷ്യൽ ആൻഡ് കൈനറ്റിക് ബട്ട് ഓൾസോ ദ ഹോൾ എനർജി അസോസിയേറ്റഡ് വിത്ത് ദ സിസ്റ്റം ഇസ് കൺസേർവ്ഡ്. ആ ടോട്ടൽ ചെയ്തു കഴിഞ്ഞാൽ അത് കൺസേർവ്ഡ് ആയിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. നമുക്കത് കൂട്ടാനും കുറയ്ക്കാനൊന്നും സാധ്യമല്ല. അത് ടോട്ടൽ എനർജി ആയിട്ട് കൺസിഡർ ചെയ്യുന്നു ആൻഡ് ദാറ്റ് ഈസ് ടേക്കൺ ടു ബി എ കോൺസ്റ്റൻറ്റ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇൻഡിവിജ്വലി ഓരോരുത്തർക്കും അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരാം. അതായത് ഹീറ്റ് എനർജി കുറച്ച് വേണമെങ്കിൽ കുറയാം, അതിനനുസരിച്ച് കൈനറ്റിക് എനർജി കെമിക്കൽ എനർജി കൂടാം, ഇലക്ട്രിക്കൽ എനർജി കുറയാം. അങ്ങനെ ഇൻഡിവിജ്വലി എനർജികൾ ഉണ്ടല്ലോ, പൊട്ടൻഷ്യൽ, കൈനറ്റിക്, ഹീറ്റ്, ഇലക്ട്രിക്കൽ എന്നൊക്കെ പറഞ്ഞ് അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേരിയേഷൻസ് വരാം. കുറച്ച് ഇലക്ട്രിക്കൽ എനർജി അവിടെ കുറഞ്ഞു, അതിനനുസരിച്ച് ഇപ്പുറത്ത് മറ്റൊരു എനർജി കൂടിയിട്ടുണ്ടാവും. ഇറ്റ് മീൻസ് എനർജി ഏതെങ്കിലും ഒരു സ്ഥലത്ത് കുറഞ്ഞാൽ മറ്റേ സ്ഥലത്ത് കൂടും, ബട്ട് ടോട്ടൽ റിമെയിൻസ് ദ സെയിം. ഇതാണ് നമ്മൾ ഫേമസ് ആയിട്ടൊരു പ്രിൻസിപ്പിളായി പറയുന്നത്. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്, ഇറ്റ് ക്യാൻ ജസ്റ്റ് ട്രാൻസ്ഫർ ഫ്രം വൺ ഫോം ടു അനദർ ഫോം. എനർജിയെ, ഊർജത്തെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല. ഓക്കെ, അതിനെ ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് മാറ്റാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ദിസ് ഈസ് കോൾഡ് പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. അതിനെ വിളിക്കുന്ന പേര് പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. പ്രത്യേകത തന്നെയാണ് പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്നാണ് അതിനെ പറയുന്നത്. ഓക്കെ, ഊർജ്ജ സംരക്ഷണ നിയമം അല്ലെങ്കിൽ ഊർജ്ജ സംരക്ഷണ തത്വം, അതാണ് കുറച്ചുകൂടെ ശരിയായിട്ടുള്ളത്. ഊർജ്ജ സംരക്ഷണ തത്വം ഒരു സിസ്റ്റത്തിൻ്റെ, എസ്പെഷ്യലി ഐസൊലേറ്റഡ് സിസ്റ്റത്തിൻ്റെ ടോട്ടൽ എനർജി എപ്പോഴും കൺസേർവ്ഡ് ആയിരിക്കും. വേറെ രീതിയിൽ പറഞ്ഞാൽ ഊർജ്ജത്തെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല, അതിനൊരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് മാറ്റുവാൻ മാത്രമാണ് നമുക്ക് കഴിയുന്നത്. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ യൂണിവേഴ്സ് കൺസിഡർ ചെയ്യുക. നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചം, നമ്മുടെ സോളാർ സിസ്റ്റങ്ങളും സ്റ്റാറുകളും എല്ലാം അടങ്ങിയിരിക്കുന്ന ഈ സിസ്റ്റം, ഈ യൂണിവേഴ്സ്, ആ യൂണിവേഴ്സിൻ്റെ ടോട്ടൽ എനർജി കോൺസ്റ്റൻ്റ് ആണ്. ഒരു സ്ഥലത്ത് എന്തെങ്കിലും എക്സ്പോഷൻ നടക്കുന്നുണ്ടാവാം, അപ്പോൾ ചിലപ്പോൾ എനർജി റിലീസ് ചെയ്തിട്ടുണ്ടാവാം. യൂണിവേഴ്സിൻ്റെ മറ്റൊരു സ്ഥലത്ത് എനർജി ഡിസ്ട്രക്റ്റഡ് ആയിട്ടുണ്ടാവാം. ഇൻ ദ സെൻസ് ഏതെങ്കിലും ഭാഗത്ത് എനർജി കുറഞ്ഞിട്ടുണ്ടാവാം, വേറെ ഭാഗത്ത് എനർജി കൂടിയിട്ടുണ്ടാവാം. ബട്ട് ടോട്ടൽ എനർജി എപ്പോഴും എന്തായിരിക്കും? കൺസേർവ്ഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഒരുപാട് സന്ദർഭങ്ങളിൽ നമുക്കിത് കാണാൻ സാധിക്കില്ലേ. നമ്മളിപ്പോൾ ഒരു ബോൾ എടുത്തൊരു ഫ്ലോറിൽ എറിയുന്ന സമയത്ത് ആ ബോൾ ചെന്നിട്ട് ആ ഫ്ലോറിൽ തട്ടുമ്പോൾ സൗണ്ട് ഉണ്ടാവുന്നു. അപ്പോൾ എറിയുന്ന സമയത്ത് അതിന് കൈനറ്റിക് എനർജി ഉണ്ട്. ആ കൈനറ്റിക് എനർജി ആ സർഫസിൽ ഇമ്പാർട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സർഫസിലേക്ക് ആ ബോൾ തട്ടുന്ന സമയത്ത് അത് മറ്റൊരു ഫോം ഓഫ് എനർജി ആയിട്ടും പല ഫോമുകളിലും മാറിയിട്ടുണ്ടാവാം. അതിലൊരു ഭാഗം സൗണ്ട് എനർജിയാണ്. ബിക്കോസ് വി ക്യാൻ ഹിയർ ദ സൗണ്ട് വെൻ ദ ബോൾ ഹിറ്റ്സ് ദ ഗ്രൗണ്ട്, അല്ലേ? ബോൾ ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്യുന്ന സമയം നമുക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇറ്റ് മീൻസ് ദാറ്റ് ബോളിൻ്റെ ഒരു ഭാഗം ഓഫ് എനർജി എന്തായിട്ടുണ്ട്? സൗണ്ട് എനർജി ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കുറേ കാര്യങ്ങൾ പറയാൻ സാധിക്കും. ദിസ് ഈസ് കോൾഡ് പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ആൻഡ് ദീസ് ആർ ദ വേരിയസ് ഫോംസ് ഓഫ് എനർജി. അതാണ് പ്രധാനമായിട്ടും. നോട്ട് ഓൺലി ദ കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ, ഇങ്ങനെയും പല ഫോം ഓഫ് എനർജികളുണ്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർ കൺവേർട്ടബിൾ ഒക്കെയാണ്. അത് കൺസേർവ്ഡ് ആണ് എന്ന് മനസ്സിലാക്കുക. സോ ദിസ് ഈസ് ദ ബേസിക് ഐഡിയ.